ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെയും മൊഴിയിൽ നിർണായക വിവരങ്ങൾ. പ്രതിയും പ്രായോജകനുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കജ് ഭണ്ഡാരി പലപ്പോഴായി നൽകിയത് 1.5 കോടി രൂപ നൽകിയെന്ന് മൊഴിയിൽ പറയുന്നു. പണമിടപാടിന്റെ തെളിവുകളും SITക്ക് നൽകി. വിവരങ്ങളുമായി അതുല്യ ചേരുന്നുണ്ട്. അതുല്യ, ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശേഷം മുരാരി ബാബുവും പത്മകുമാറിന്റെ ഒക്കെ അറസ്റ്റിന് ശേഷമാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരിയെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധനെയും അറസ്റ്റ് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ അവരുടെ നിർണായകമായ മൊഴിയും പുറത്തു വന്നിട്ടുണ്ട്. പ്രായോജകനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പലപ്പോഴായി 1.5 കോടി രൂപ നൽകിയെന്നൊക്കെയാണ് മൊഴിയിൽ പറയുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അല്ലെങ്കിൽ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയപ്പോൾ മുതൽ സംശയ നിഴലിലുള്ള ആളുകളാണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമയായ പങ്കജ് ഭണ്ഡാരിയും അതുപോലെ തന്നെ ബെല്ലാരിയിലെ ഒരു സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധനും. ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇരുവരെയും ചോദ്യം ചെയ്തപ്പോൾ ഈ സ്വർണ്ണ കവർച്ചയുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നും തീർത്തും ഒരു ബിസിനസ് ഡീൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഭാഗമായി മാത്രമാണ് തങ്ങൾ ഈ ഒരു നവീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് എന്നുമായിരുന്നു ഇരുവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഈ സ്വർണം ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കള്ള ഇടപാടിന് കൊണ്ടുവന്നിരിക്കുന്നതാണ് എന്നുള്ള യാതൊരു വിവരവും തങ്ങൾക്കില്ലായിരുന്നു. ഒരു റുട്ടീനായിട്ടുള്ള തങ്ങൾക്ക് ലഭിച്ചു വരുന്ന ഒരു പ്രൊജക്റ്റ് പോലെ, അതായത് സ്വർണം പൂശുക, അതുപോലെ തന്നെ ഈ വേർതിരിക്കുന്ന സ്വർണം അത് നവീകരിക്കുക മുതലായി തങ്ങൾ സ്ഥിരം ചെയ്തു വരുന്ന പോലുള്ള ഒരു ജോലി ലഭിച്ചു എന്ന് മാത്രമാണ് കരുതിയിരുന്നത് എന്നാണ് ഇരുവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന അയാളുടെ ഇത്തരത്തിലൊരു ഈ ഒരു സ്വർണം പൂശാൻ കൊണ്ടുവന്നിട്ടുള്ളൊരു പരിചയം മാത്രമാണ് ഉള്ളത്. ഒരു കസ്റ്റമർ എന്ന നിലയിൽ, ഒരു ഉപഭോക്താവ് എന്ന നിലയിലുള്ള ബന്ധം മാത്രമാണ് ഉള്ളത് എന്നെല്ലാമായിരുന്നു ഇവർ ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ അതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരത്തെ തന്നെ ബന്ധമുണ്ട്, പലതരത്തിലുള്ള പണമിടപാടുകൾ നടന്നിട്ടുണ്ട് മുതലായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. അതിൽ തന്നെ ഈ പലപ്പോഴായി ഈ ശബരിമലയിലെ സ്പോൺസറും അതുപോലെ തന്നെ കേസിലെ 1-ാം പ്രതിയുമായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 1.5 കോടി രൂപ പല തവണയായി പല ഗഡുക്കളായി നൽകിയിട്ടുണ്ട് എന്ന് ഗോവർദ്ധൻ, അതായത് ബെല്ലാരിയിലെ റോദ്ധം ജ്വല്ലറി എന്ന് പറയുന്ന സ്വർണ്ണ വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമയായ ഗോവർദ്ധൻ വ്യക്തമാക്കിയത്. ഈ 1.5 കോടി രൂപ പലപ്പോഴായി നൽകിയതിനു ശേഷമാണ് സ്വർണം കൈപ്പറ്റിയത് എന്നാണ് ഇയാൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയ പണമിടപാടുകളുടെ തെളിവുകൾ, അതായത് പണം അയച്ചതിൻ്റെയും പണം നൽകിയതിൻ്റെയും രേഖകളും SITയുടെ സംഘത്തിന് മുന്നിൽ തെളിവുകളായി ഗോവർദ്ധൻ ഹാജരാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയും സിഇഒയുമായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയും ഈ സ്വർണ്ണ കവർച്ചയിൽ കൂട്ടുനിന്നു എന്നതിൽ കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് ദ്വാരപാലക ശില്പത്തിൽ നിന്ന് സ്വർണം വേർതിരിച്ചത് പങ്കജ് ഭണ്ഡാരിയുടെ കമ്പനിയായ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചിട്ടാണ്. അതായത് ചെന്നൈയിലുള്ള ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് തങ്ങൾക്ക് ഒരിക്കൽ സ്വർണം പൂശിയ ലോഹത്തിന് മേളിൽ വീണ്ടും സ്വർണം പൂശാനുള്ള സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം തങ്ങളുടെ കമ്പനിയിലില്ല, ചെമ്പുപാളികളിൽ മാത്രമാണ് തങ്ങൾ സ്വർണം പൂശാറ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിച്ചത് ചെമ്പുപാളി ആയതിനാലാണ് അതിൽ സ്വർണം പൂശിക്കൊടുത്തത് എന്നതായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിന്റെ ആദ്യ വാദം. എന്നാൽ പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം വേർതിരിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിലാണ് എന്നവർ സമ്മതിച്ചത്. അതോടൊപ്പം തന്നെ അതായത് ഒരു അമൂല്യ സ്വർണം, അതായത് സാധാരണ സ്വർണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഇത്തരത്തിലൊരു ശ്രീകോവിൽ പോലുള്ള ഒരു സ്ഥലത്ത് പൂജിച്ചിരുന്ന സ്വർണമാണ് എന്നതിനാൽ അതിനെ ആ ഒരു രീതിയിൽ അമൂല്യമായി അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വിൽക്കാനായിരുന്നു ഇവരുടെ പരിപാടി എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അമൂല്യ സ്വർണമാണ് എന്ന് തോന്നിയതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ചെന്നൈയിൽ എത്തിക്കുകയും ആ സ്വർണം ദ്വാരപാലക ശില്പത്തിൽ നിന്ന് ആ സ്വർണം വേർതിരിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിലാണ് എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം വേർതിരിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിലും ആ വേർതിരിച്ച സ്വർണം വിറ്റ്
മറ്റത് ബെല്ലാരിയിലുള്ള ഗോവർദ്ധനുമാണ് എന്നതാണ് ഈ കേസുമായി ഇപ്പോൾ ഇവരെ SIT ബന്ധിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ ഈ ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ആയി അതിനുവേണ്ടി എത്തിയ ഒരാൾ എന്ന രീതിയിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് അറിയുക എന്നാണ് ഗോവർദ്ധനും അതുപോലെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരിയും പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നടത്തിയ ഈ ഒരു നിർണായകമായ ഇന്നലെ ഇവരിൽ നിന്ന് ലഭിച്ച മൊഴിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അതല്ലാതെ തന്നെ നേരത്തെ തന്നെ ബന്ധമുണ്ട്. അതായത് ഇയാൾ സ്പോൺസറായി സന്നിധാനത്ത് എത്തുകയും അതിനുശേഷം ഈ സ്വർണം ദ്വാരപാലക ശില്പവും അതുപോലെ തന്നെ കട്ടിളപ്പാളികളും അടക്കമുള്ള സ്വർണം പൂശിയ ലോഹഭാഗങ്ങൾ തങ്ങൾക്ക് ലഭിക്കുന്നതിനും വളരെ മുൻപ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടായിരുന്നു. ഇവരുമായുള്ള നിരന്തരമായുള്ള ബന്ധം, അവരുമായുള്ള ഇടപാടുകൾ, പണമിടപാടുകൾ, ഇതിനെല്ലാം ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം ഇവർക്ക് എത്തിച്ച് നൽകിയത് എന്നാണ് ഇപ്പോൾ ഇവർ നൽകിയിരിക്കുന്ന മൊഴി. ഈ അന്വേഷണം ഒരു വഴി തെറ്റിക്കാനോ അല്ലെങ്കിൽ അന്വേഷണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നൊക്കെ വരുത്തി തീർക്കാനാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു ആളെ അറിയില്ല എന്ന രീതിയിൽ തന്നെ ഇവർ പറഞ്ഞത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ തന്നെ പണം നൽകിയ ശേഷം, അതായത് ഈ ഡീൽ ഉറപ്പിച്ച ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്ത് നിന്നുള്ള ലോഹപാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് തന്നെ എത്തിക്കുന്നത്. അതായത് 1.5 കോടി രൂപയുടെ ഒരു ഡീൽ ആദ്യം നടന്നിട്ടുണ്ട്. ഗോവർദ്ധനിൽ നിന്ന് ഈ മുഴുവൻ പണവും കൈപ്പറ്റിയ ശേഷമാണ് സ്വർണം ഇവർക്ക് എത്തിച്ച് നൽകിയത് തന്നെ. ആ എത്തിച്ച് നൽകിയ സ്വർണ്ണപ്പാളിയിൽ നിന്ന് ആ പൂശിയ സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് വേർതിരിച്ചെടുക്കുന്നു. ആ വേർതിരിച്ചെടുത്ത് ലഭിച്ച സ്വർണം, അതായത് 406 ഗ്രാം മുതൽ 577 ഗ്രാം വരെ ഈ കട്ടിളപ്പാളിയിൽ നിന്നും അതുപോലെ തന്നെ ദ്വാരക ശില്പത്തിൽ നിന്നുമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അത് രണ്ടും ഈ ബെല്ലാരിയിൽ എത്തിക്കുകയും ബെല്ലാരിയിലെ ഗോവർദ്ധന് നൽകുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇരുവർക്കും, അതായത് ഗോവർദ്ധനും പങ്കജ് ഭണ്ഡാരിയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനായി കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച നൽകും. നിലവിൽ ഇരുവരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. തിങ്കളാഴ്ച ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് SIT സംഘത്തിന്റെ നീക്കം. തിങ്കളാഴ്ച ഇവരുടെ കസ്റ്റഡി അപേക്ഷ നൽകുന്നതിനോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷ, അതായത് ഗോവർദ്ധൻ നൽകിയിട്ടുള്ള ജാമ്യാപേക്ഷയും തിങ്കളാഴ്ച തന്നെയാണ് പരിഗണിക്കുക. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ 2 പേർ, അതായത് ദേവസ്വം ബോർഡിന് പുറത്തുള്ള ഈ സംഭവവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് തന്നെ കരുതാവുന്ന 2 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ കൂടുതൽ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്ക് അടക്കം അന്വേഷണം നീങ്ങാൻ ഒരു സാധ്യതയുണ്ട്. കാരണം ഇന്നലെ ഹൈക്കോടതിയുടെ വലിയ രീതിയിലുള്ള വിമർശനം SIT സംഘത്തിന് നേരെ ഉണ്ടായിരുന്നു. ചിലരെ മാത്രം വ്യക്തമാണ്. അതുല്യ, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ അറസ്റ്റിലായ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരിയുടെയും ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെയും മൊഴിയിൽ നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അതുല്യ രാമചന്ദ്രനാണ്.